ശ്രീ സന്ദീപ് വാര്യർ, ഇത് സംബന്ധിച്ച് UDF-ൽ ഒരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? ഇതിപ്പോൾ ബഹിഷ്കരിക്കാൻ ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. കാരണം വിശ്വാസികളുടെ ഒരു സംഗമമാണ്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അത് പക്ഷേ രാഷ്ട്രീയമായി അതിനെ നേരിടേണ്ടി വന്നാൽ അതിന്റെ അങ്ങേയറ്റം വരെ രാഷ്ട്രീയം മാത്രം പറഞ്ഞു നിൽക്കേണ്ടി വരും. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ? ഇനി വിശ്വാസ സംഗമം BJP ഇതിന് ബദലായി സംഘടിപ്പിക്കുകയാണെങ്കിൽ UDF അതിലെന്ത് നിലപാടെടുക്കും എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചയാകും. ആ തരത്തിൽ ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് UDF അനുഭവിക്കുന്നുണ്ടോ? മാധു, ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളത് ആർക്കും തർക്കമില്ലല്ലോ. വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, വളരെ സെൻസിറ്റീവാണ്, അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം അങ്ങേയറ്റം ലളിതയുക്തിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കുയുക്തിയോട് കൂടിയിട്ടോ കൈകാര്യം ചെയ്ത രണ്ട് വിഭാഗമാണ് പരസ്പരം ഇപ്പോൾ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ UDF എതിർക്കുന്നത്? ഉത്തരം വളരെ വ്യക്തമല്ലേ. കേരളത്തിലെ ബഹുജനങ്ങൾക്ക് മുഴുവൻ അറിയാം, ശബരിമലയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. ശബരിമലയുടെ അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു? ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പ്രത്യേക പരിസ്ഥിതി മുതലെടുത്തുകൊണ്ട് ശബരിമലയിൽ കാലങ്ങളായി നിലകൊണ്ട ആചാരം ഇല്ലാതാക്കാൻ വേണ്ടി, ലംഘിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ കാലത്ത് കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ ആ വിഷയത്തിൽ CPM-എതിരായിട്ട്, സംസ്ഥാന സർക്കാരിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം തന്നെ കേരളത്തിൽ ഉണ്ടായതല്ലേ. അപ്പോൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷവും ഇല്ലാത്തൊരു ശബരിമല സ്നേഹം, ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇപ്പോൾ വന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ട്. കാരണം ഈ സർക്കാർ നടത്തുന്ന, ഈ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയോടെയാണ് സംശയമുള്ളത്. ഈ സർക്കാർ ഏതെങ്കിലും നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സമരകാലത്ത്? മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളുടെ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ വീണ്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്? നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പന് ബ്രഹ്മചാരിയായിട്ടുള്ള തന്ത്രി വേണം പൂജ നടത്താൻ എന്നന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? അനിൽകുമാർ മറന്നുപോയോ? ഇന്ന് നിങ്ങൾക്ക് അതേ അഭിപ്രായം ഉണ്ടോ? ഇന്ന് നിങ്ങൾക്ക് ശബരിമല തന്ത്രിയെക്കുറിച്ച് അഭിപ്രായമാണോ ഉള്ളത്? ശബരിമല തന്ത്രി കുടുംബത്തെക്കുറിച്ച് എത്ര നികൃഷ്ടമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പന്തളം രാജകുടുംബത്തെക്കുറിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമല വിശ്വാസത്തെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രളയകാലത്ത് കന്നി അയ്യപ്പന്മാർ വരാത്തത് കൊണ്ട് മാളികപ്പുറവും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്വരാജ് മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളെ നേതാവ് സ്വരാജ് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ശബരിമലയിലെ ആചാരത്തെ അങ്ങേറ്റം അവഹേളിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് 10ാം വർഷം വന്ന അയ്യപ്പ സ്നേഹം പറയുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ സംശയിക്കുന്നത് പയ്യന്നൂരിലെ ജോത്സ്യൻ കൊടുത്ത ഉപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് അയ്യപ്പ കോപമുണ്ട്, ശനിദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് എന്നാണ് പൊതുവെ കേരളത്തിൽ എല്ലാവരും പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പമ്പള കൂടി നടത്തേണ്ടി വരും. എന്നാൽ പോലും തീരാത്തത്ര ദോഷം, ക്രൂരത അയ്യപ്പ ഭക്തരോടും ശബരിമലയോടും ഈ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്, CPM ചെയ്തിട്ടുണ്ട്. ഞാൻ അയ്യപ്പസ്വാമിയോട് കളിച്ചവരാരും അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ വിശ്വാസികൾ പറയാറുള്ളത്. ഈ പണ്ടൊക്കെ ദൈവം പിന്നേക്കും പിന്നെ ആയതെങ്കിൽ ഇപ്പോൾ ATM പോലെയാണ്. അയ്യപ്പസ്വാമിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് CPM-ന്റെ പല നേതാക്കന്മാർക്കും അനുഭവഭേദ്യമായതുകൊണ്ട് മുഖ്യമന്ത്രി ജോത്സ്യനെ കാണാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി വിടുകയും ആ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളാണോ, പരിഹാര ക്രിയകളാണോ കേരളത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം നടക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ മറുവശത്ത് BJP ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, BJPക്ക് കാര്യത്തിൽ ഇപ്പോൾ പറയാൻ എന്ത് ധാർമ്മികതയുള്ളത്? 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പത്തനംതിട്ടയിൽ വന്ന് പ്രധാനമന്ത്രി തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഗുജറാത്തിൽ വിളിച്ചു പോയില്ലേ? എന്നിട്ട് അദ്ദേഹം നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ഞാൻ വായിക്കാം. BJPയുടെ പ്രകടന പത്രിക 2019 അതിൽ 37-ാം പേജിൽ ശബരിമല എന്ന ഭാഗം എടുക്കുക. അതിൽ വി വിൽ endeavor to secure constitutional protection on issues related to faith and belief എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഏത് BJPയുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ച് വെച്ച് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി BJP നാളിതുവരെയായി ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ശബരിമലയുടെ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വേണ്ട, ഇത്രയും കാലം ഈ ശബരിമല വിഷയത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകളിൽ അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. അന്ന് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാനും. അന്ന് അതിന്റെ ഭാഗമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ, അന്ന് പരിക്ക് പറ്റിയിട്ടുള്ള, അന്ന് കേസിൽ പ്രതികളായിട്ടുള്ള BJP പ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് ഈ നിമിഷം വരെ ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ലല്ലോ.
അവരുടെ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ പിന്നെ കുഴപ്പണ കേസും മറ്റ് കേസുകളൊക്കെ വന്നപ്പോൾ ഒത്തുതീരാനും ഒത്തുതീർപ്പാക്കാനും ഒക്കെ ഇവർ കാണിച്ചിട്ടുള്ള ഔത്സുക്യം എന്തേ ശബരിമല വിഷയത്തിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള സാധാരണ പ്രവർത്തകരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇവർ കാണിക്കാതിരുന്നിട്ടുള്ളത്? അത് തീർക്കാൻ വേണ്ടി കാണിക്കാതെ തട്ടിപ്പാണ്, കാപട്യമാണ്. ഈ രണ്ടു കൂട്ടരും കാണിക്കുന്നത് കാപട്യമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസികൾക്കറിയാം. ഇവർക്കുള്ള തിരിച്ചടി 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ, പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അതിന് പ്രത്യേക സൂചനയാണ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന ഗിമ്മിക്കൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ശബരിമലയോട് കാണിച്ചിട്ടുള്ള അനീതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയും. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പം ചെയ്തുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. നിങ്ങൾ ശബരിമലയോട് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള അക്രമവും അയ്യപ്പ ഭക്തരോട് കാണിച്ചിട്ടുള്ള വിവേചനവും അനീതിയും എല്ലാം വീണ്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇത് വീണ്ടും ഉപകരിച്ചിട്ടുണ്ടെന്നുള്ള തർക്കമൊന്നും വേണ്ട. എന്തായാലും ഇത് CPM ഇത് സെൽഫ് കോളായി മാറാൻ പോവുകയാണ്.